ഓക്കെ. അപ്പോ നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയം റോൾ ഓഫ് വെർനാക്കുലർ ലാംഗ്വേജ് അഥവാ പ്രാദേശിക ഭാഷയുടെ പ്രസക്തിയാണ്. അതായത് ഒരു IT പ്രൊഫഷണലിന്റെ ലൈഫിൽ, ഒരു പ്രോഗ്രാമറുടെ ലൈഫിൽ എങ്ങനെ അത് സ്വാധീനം ചെലുത്തും എന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം പ്രമേയം അവതരിപ്പിക്കാം. ലാലെ, എന്നിട്ട് എന്നിട്ട് നമുക്ക് അതായത് ഒരു ചെറിയൊരു വാർ സ്റ്റോറി അഥവാ ഒരു ആനക്ഡോട്ട് അല്ലെങ്കിൽ ഒരു ആത്മകഥ ഇവിടെ പറയാനുണ്ട്. ലൈക്ക് എനി അതർ കേരളൈറ്റ് ഓഫ് 1990s, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാൻ ഉദ്ദേശിച്ചത് ഫിക്ഷൻ അല്ല, ഇംഗ്ലീഷ് പ്രബന്ധങ്ങളും ബുക്കുകളും ഡിക്ഷണറികളും ഡോക്യുമെന്ററികളും കടന്നു തന്നെ വളർന്നത്. അപ്പോ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളൊരു അന്നത്തെ കാലത്ത് 1990കളുടെ തുടക്കകാലത്തൊക്കെ ഇഫ് യു നോ ഇംഗ്ലീഷ് നമുക്ക് ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ ഇതില്ല. ഇംഗ്ലീഷ് സംസാരിക്കുന്നവനാണ് ബുദ്ധിമാൻ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വരുമ്പോൾ ദ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക, പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുക, അങ്ങനെ പല ഇംഗ്ലീഷ് മൂവീസ് കാണാൻ പോവുക. ഇതൊക്കെയാണ് അന്നത്തെ മിക്ക ആൾക്കാരുടെയും വിവാദം. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളികൾ കളിയാക്കാൻ തുടങ്ങി. അവര് MT ഇതുണ്ട്. പിന്നെ കോൾ സെന്റർ ഒക്കെ വന്നപ്പോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വീണ്ടും ഇതായി. പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇംഗ്ലീഷിനോടുള്ള കൂടുതൽ അനുകമ്പ, വിഷയത്തോടുള്ള വിരക്തിയായിട്ട് തുടങ്ങി. ഓക്കെ. അപ്പോ നിങ്ങൾക്കൊരു വിഷയത്തിൽ പ്രാവീണ്യം വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആവണമെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തോട് കൂടുതൽ പ്രതിപത്തി അല്ലെങ്കിൽ ഇത് കാണിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കൂടുതൽ കൺവെർസേഷനിലോ കമ്മ്യൂണിക്കേഷനിലോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിഷയത്തിന്റെ താല്പര്യം പോകുന്നു. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ അപ്പോഴും ഇംഗ്ലീഷ് ഇസ് എവറിത്തിങ് എന്ന് വിചാരിച്ചു പോകുന്ന കഴിയുമ്പോഴാണ് ആകസ്മികമായിട്ട് ഞാൻ IT കരിയറൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ ഒരു തൃപ്പൂണിത്തുറ രാജകുടുംബത്തിലെ ഒരു ആൾ എഴുതിയ ബുക്കാണ് നിങ്ങൾക്കും C പഠിക്കാം എന്നൊരു ബുക്ക് കിട്ടി. അല്ലെ, മനസ്സിലായില്ലേ? ആ ബുക്ക് ഞാൻ ഒരു ശനിയാഴ്ച എന്ന് പറഞ്ഞു 98, 99 കാലത്തൊക്കെ പ്രാക്ടിക്കലി തിരുവനന്തപുരത്ത് ശനി ഞായർ ആള് കുറവാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ നാട്ടിലോട്ട് പോകും. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അപ്പൊ ഞാനൊരു എന്തൊരു ആവശ്യത്തിന് ശനിയാഴ്ച കാണാം. അപ്പൊ അടുത്തൊരു ഓൾഡ് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചേ. ഞാനൊരു KSRTC ബുക്കില് ബസ്സിൽ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ എനിക്കൊരു കുളിര് തോന്നി. അതായത് C ലാംഗ്വേജിൽ ഞാൻ അത്യാവശ്യം വന്ന പ്രൊഫഷൻ്റെ ആണ്, മനസ്സിലായില്ലേ? ആൾറെഡി 4-5 കൊല്ലമായിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്യണത്. അപ്പോ പക്ഷേ ആ ബുക്ക് വായിച്ചപ്പോ എനിക്ക് പല കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലായത് അപ്പോഴാണ്. പക്ഷെ ഇത് പുറത്തു പറയാൻ പേടിയായിരുന്നു. അപ്പൊ പുറത്തു പറയുമ്പോഴുള്ള കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താ പറയും, നിന്റെ ഇംഗ്ലീഷ് മോശമാണ്, അല്ലെങ്കിൽ മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ പറയും. ഓക്കെ. അപ്പൊ അത് ആരോടും മിണ്ടിയില്ല. പിന്നെ ഒരു ദിവസം ഒരു ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോപ്പിച്ചു. അപ്പൊ നാസർ ഹുസൈൻ എന്ന് പറഞ്ഞ അന്ന് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ഉണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്, വി ഹാവ് ഗോട്ട് 2 more matches to go എന്ന് പറഞ്ഞു. അല്ലേ? അപ്പൊ ഞാൻ പിറ്റേ ദിവസം പുണ്യഭൂമി എന്നുള്ളൊരു പത്രം വീട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ ഫാദർ ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഇത് ലോകാവസാനമല്ല എന്ന് നാസർ പറഞ്ഞു. പുള്ളി അതാണ് ഞാൻ അത്ര നാളും വിചാരിച്ചിരുന്നതാണ്. ഓക്കെ, അതർ മാച്ചസ് ഉണ്ടല്ലോ എന്നായിരുന്നു. അന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു രൂപാത്മക ഭാഷ എന്താണ്, അല്ലെങ്കിൽ മെറ്റഫോർ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. ഇവിടെ കിട്ടിയ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴാണ് റിച്ച് ഡാഡ് പുവർ ഡാഡിന്റെ മലയാളം ഇറങ്ങി. ഓക്കെ. അപ്പൊ റിച്ച് ഡാഡ് പുവർ ഡാഡ് ബുക്ക് ഞാനിങ്ങനെ ജസ്റ്റ് എന്റെ അനിയന് വേണ്ടി വാങ്ങിച്ചതാണ്. ഞാനൊന്ന് ജസ്റ്റ് അതിലൂടെ വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇംഗ്ലീഷ് ബുക്കും ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ആർബിട്രറി പേജ് എടുത്ത് വായിച്ചു. ഞാൻ എന്ത് അർത്ഥമാണ് ഞാൻ ഇംഗ്ലീഷിൽ മനസ്സിലാക്കിയത്, ഞാൻ മലയാളത്തിൽ നോക്കി കഴിഞ്ഞപ്പോ അവിടെ അർത്ഥ വ്യതിയാനം ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് ഞാൻ അത്യാവശ്യം ഇത് തന്നെ ഇപ്പോഴും നമ്മൾ ഇതില്ല. പിന്നെ ഒരു സ്ഥലത്ത് സംസാരിക്കാൻ പോയി, ഒരു ഇവന്റിന്. അപ്പൊ എന്ത് പറ്റി, നമ്മുടെ അമൃതയിലായിരുന്നു എക്സ്പെർട്ട് ലെക്ചർ സീരീസ്. അപ്പൊ അവരെനിക്ക് അന്ന് 2000 രൂപ അത് തന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ബുക്ക് വാങ്ങിച്ചു. അപ്പൊ അതിൽ വായിച്ച ഒരു ബുക്കിന്റെ പേര് ഭൗതികത്തിനപ്പുറം എന്നായിരുന്നു. അതിൽ P കേശവൻ നായർ എന്ന് പറഞ്ഞാണ് എഴുതിയത്. അതിൽ ഫിസിക്സിന്റെ മിക്ക പദങ്ങൾക്കും ഇംഗ്ലീഷ്, മനസ്സിലായോ? അപ്പോ ഈ
ഗ്രാവിറ്റേഷന് ഗുരുത്വം, ഇന്റർഡിപെൻഡൻസിന് അന്യോന്യക്രിയ, അങ്ങനെ എല്ലാത്തിനും മലയാളം കണ്ടു. അപ്പൊ അപ്പോഴാണ് എനിക്ക് ഫിസിക്സിലെ പല പദങ്ങളായിട്ട് ഇത് തന്നെ. അപ്പോഴും ഞാൻ മിണ്ടിയൊന്നുമില്ല. അങ്ങനെ പോയിട്ട് 2011 ഞാൻ ഷാൽവിൻ എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ബേപ്രൈഡ് മാളിൽ. അപ്പോ ഞാൻ ആകസ്മികമായിട്ട് ഒരു ബുക്ക് സ്റ്റാളിൽ കയറി. അവിടെ ചെന്നപ്പോ നാസ്തികനായ ദൈവം എന്ന് പറഞ്ഞൊരു ബുക്ക് കണ്ടു. അത് വാങ്ങിച്ചു. അത് റിച്ചർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡെലൂഷന്റെ മലയാള പരിഭാഷയല്ല, മലയാള പഠനമാണ്. അപ്പോ പുള്ളിയുടെ നോട്ട് പുള്ളി പുസ്തകമാക്കിയതാണ്. അങ്ങനെയാണ് പുള്ളി ഫേമസ് ആവുന്നത്, രവീന്ദ്ര മാഷ്. അന്ന് സ്ലോലി പുള്ളി വന്നോളൂ, 2011 ആണ്, അത്ര ഫേമസ് അല്ല പുള്ളി. അപ്പൊ അങ്ങനെ ആ ബുക്ക് വായിച്ചപ്പോ വെസ്റ്റേൺ ഫിലോസഫിയിലെ കുറെ ദൈവശാസ്ത്രം, ഫിലോസഫി ഓഫ് റിലീജിയനിലെ കുറെ പദങ്ങളുണ്ട്. അപ്പൊ ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോ, അല്ല പുള്ളി മലയാളം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബാക്കിൽ തന്നെ പദങ്ങൾ ഉപയോഗിക്കും. അപ്പം ഈ മലയാളം പദങ്ങൾക്ക് ഒരു ഗുണമുണ്ട്, അതായത് മീനിങ് സെൽഫ് കണ്ടെയ്ൻഡ്. അത് ഞാൻ പിന്നെ പറയാം. അത് എന്റെ അടുത്ത് ചോദിക്കണം കേട്ടോ, മീനിങ് സെൽഫ് കണ്ടെയ്ൻഡ് ആയത് എന്തുകൊണ്ടാണ്? ശരത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഞാൻ ശരിക്കും വേർത്തു. അപ്പൊ എന്താന്ന് വെച്ചാല്, വെസ്റ്റേൺ ഫിലോസഫിയുടെ ഞാനൊരു 20 കൊല്ലം സ്റ്റുഡന്റ് ആണ് ബൈ ദാറ്റ് ടൈം. എനിക്ക് എന്റെ പല ധാരണകളും തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വീണ്ടും പഠിക്കുകയത്. എന്നാൽ ഇതൊക്കെ പുറത്തു പറയാനുള്ള മടിയുണ്ടായിരുന്നു. പിന്നെ വേദാന്ത ലിറ്ററേച്ചർ ആയിട്ട് വന്നു. മലയാളം കുറച്ചും കൂടി ഇത് വന്നപ്പോഴാണ് ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ബെറ്റർ ഇംഗ്ലീഷ് ത്രൂ ബെറ്റർ മലയാളം എന്നായിരുന്നു അതിന്റെ സാധനം. അപ്പൊ ഒരു കമ്പനിയുടെ ഉള്ളിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ അവിടെ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ മലയാളത്തിന് പകരം ഞാൻ ബെറ്റർ ഇംഗ്ലീഷ് ത്രൂ മറ്റേ എന്താ പറയാ, ബെറ്റർ വെർനാക്കുലർ, അതായത് പ്രാദേശിക ഭാഷയിലെ പ്രാവീണ്യം ഇംഗ്ലീഷിനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാൻ മാത്രമല്ല, ഞാൻ പലരോടും പ്രചരിപ്പിക്കുകയും പ്രകരിപ്പിക്കുകയും ചെയ്തു. പല ആൾക്കാരും എൻ്റെ റാൻഡമൈസ് കേസ് സ്റ്റഡി ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള ഭാഷ അല്ലെങ്കിൽ അവരുടെ മാതൃഭാഷ, ഇപ്പൊ എന്റെ മാതൃഭാഷ ടെക്നിക്കലി കൊങ്ങണിയാണെങ്കിലും ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാളം ആയതുകൊണ്ട് ഞാൻ മലയാളം എന്നാണ് കരുതുന്നത്. അപ്പൊ മലയാളത്തില് ഉള്ള പ്രാവീണ്യം ഉണ്ടാവാൻ വേണം, അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും എനിക്ക് പറ്റി എന്നുള്ളതാണ്. അവിടെയാണ് അതിന്റെ ഗെയിം. അപ്പോ ആ ട്രാൻസ്ഫറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അതില്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ ആൾക്കാർക്ക്, ഞാൻ പലപ്പോഴും നല്ല പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞോട് ചെല്ലുമ്പോൾ അവർക്ക് ഡിസൈൻ പാറ്റേൺസോ ഒക്കെ ഇന്റർവ്യൂവിന് എന്തെങ്കിലും ആൻസർ അറിയാന്നല്ലാണ്ട് അവർ പാറ്റേൺസ് ഒന്നും പ്രാക്ടിക്കലി ഉപയോഗിക്കാറില്ല. അവർ ആ രീതിയിൽ ചിന്തിക്കാറില്ല. പിന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു ലൈബ്രറി ഡിസൈനറോ ഫ്രെയിംവർക്കോ ടൂൾ കിറ്റ് എഴുതുന്നവന് പാറ്റേൺ ഉപയോഗിച്ചാൽ മതി. അപ്പോ മിക്ക കാര്യത്തിന് അപ്പൊ എന്ന് വെച്ചാൽ എന്ത് കാര്യം ഒരു വൈചാരിക തലം അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ലെവലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ ട്രൂ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ ഒരു വൈകാരിക തലം കൂടി വേണം. അതായത് നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വികാരവും കൂടി അതിന് ഇത് ചെയ്യണം. അതിന് മാതൃഭാഷ വളരെ യൂസ്ഫുൾ ആണെന്നുള്ളതാണ് ഞാൻ അവതരിപ്പിക്കുന്ന തെസിസ്. അപ്പോ ഈ ഇപ്പൊ നമ്മള് അതിന്റെ ഒരു കൗണ്ടർ തെസിസ് ഉണ്ട്, മലയാളത്തില് ആധുനികവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ ചോദ്യമാണ്. കാരണം പണ്ടൊക്കെ ജർമ്മനിലായിരുന്നു മിക്ക ടേം വന്നിരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫിലോസഫിയുടെയും ഇപ്പൊ മാർട്ടിൻ ഹൈഡഗറിന്റെയും പഴയ മാത്തമാറ്റിക്കൽ ട്രീറ്റീസ്, ഇപ്പൊ ഈവൻ ഹിൽബർട്ട് സ്റ്റെൻഡ് പ്രോബ്ലത്തിന്റെ പേര് എൻഷഡങ്സ് പ്രോബ്ലം എന്നാണ്, ഒരു ജർമ്മൻ വാക്കാണ്. ഓക്കെ. അപ്പോ മിക്ക യൂറോപ്യൻ ലാംഗ്വേജിന് അവരുടേതായ, ഇപ്പൊ ഫ്രഞ്ചിനൊക്കെ അവരുടേതായ ഉണ്ട്. അതേമാതിരി മലയാളം പുരോഗമിക്കുന്നുണ്ടോ, മലയാളത്തില് IT ലിറ്ററേച്ചർ ഉണ്ടോ, ഇങ്ങനത്തെയൊക്കെ കുറെ ചോദ്യങ്ങൾ വരാം. പക്ഷെ അവിടെ ഒരു അച്യുത് ശങ്കർ എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഉണ്ട് തിരുവനന്തപുരത്തുള്ള. പുള്ളി കുറെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ബുക്സ് ഒക്കെ, പുള്ളിയുടെ കൂടെ ബുക്ക് കോദർ ചെയ്ത ആള് എൻ്റെ ഒരു പഴയ സുഹൃത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോ, അതേമാതിരി കേരള ഗവൺമെന്റ് ഭാഷാ നിഘണ്ടുവൊക്കെ പബ്ലിഷ് ചെയ്യും, മറ്റേ സാങ്കേതിക ഭാഷയുടെയൊക്കെ. അതൊക്കെ ഒരു നല്ല സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് അഡ്വാൻസ് ടെക്നിക്കൽ മലയാളത്തിന്റെ. അപ്പൊ എന്റെ തെസിസ് ഇത്രയേ ഉള്ളൂ, ഇഫ് യു കാൺ സ്പീക്ക് ഗുഡ് മലയാളം യു കാൺ ആർഗ്യൂ ഇൻ മലയാളം. ഈ ആർഗ്യൂ ആണെങ്കിൽ തന്നെ ആർഗ്യൂ ചെയ്യാൻ പറ്റിയ ആൾക്കാർ വേണം. അപ്പോ ഇഫ് ന്യൂവാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ മലയാളത്തിൽ നടത്തി പരിചയത്തിലുള്ള ഒരാള് ഇംഗ്ലീഷിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പോറായിരിക്കും, അയാൾക്ക് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ക്രോസ് കൾച്ചറൽ എൻകൗണ്ടർ വരുമ്പോൾ പൊതുവെ ഇന്ത്യക്കാർ പുറകെ പോകണം എന്നുള്ളതാണ് എന്റെ വാദം.
അതിപ്പോ എന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഡിസ്കസ്. മിസ്റ്റർ അരുൺ, ഇതിനെതിരെ അഭിപ്രായോ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടോ ചോദിക്കാം. അല്ല, ഫസ്റ്റ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പെട്ടെന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക് കോൺട്രവേഴ്ഷ്യൽ ആണെന്ന് തോന്നുന്നുണ്ടോ അരുണേ? സ്ലൈറ്റ്ലി കോൺട്രവേഴ്ഷ്യൽ ആണെന്ന് തോന്നുന്നുണ്ട്. ഇൻ വാട്ട് വേ? എലാബറേറ്റ് ചെയ്തു. അതായത് ഇതൊരു ഓർത്തഡോക്സ് ഒപ്പീനിയൻ അല്ല, അതാണോ? അതായത് കൂടുതൽ ആൾക്കാർ വെച്ച് പൊറപ്പിക്കുന്ന ഒരു ഒപ്പീനിയൻ അല്ല, എസ്പെഷ്യലി IT ഇൻഡസ്ട്രിയിൽ എന്നുള്ളതാണോ അതിന്റെ ഒരു കാരണം? അതെ. ഓക്കെ, ലാല അതിനോട് യോജിക്കണ്ടല്ലോ അല്ലെ? ഞാൻ യോജിക്കണില്ല. അതായത് അല്ല, എന്നോട് യോജിക്കണ്ടോന്നല്ല ഞാൻ ചോദിച്ചേ. അല്ല, ഞാൻ ആ അഭിപ്രായത്തിനോട്, അതായത് ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ അതെ. പക്ഷേ അല്ല, ഓക്കെ, അതായത് നിങ്ങൾ വിഷയത്തോട് യോജിക്കുന്നു, പക്ഷേ അവതരണ ശൈലിയിലെ ഒരു പ്രൊവക്കേഷനോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ കണ്ടംപ്റ്റ് അല്ലെങ്കിൽ പുച്ഛം നിങ്ങൾ ദർശിക്കുന്നു. ചെറുതായിട്ട്. അല്ലല്ല, അങ്ങനെ നിങ്ങൾ ദർശിച്ചിട്ടുണ്ടെങ്കിൽ ടേക്ക് എന്താ പറയാ ഡെലിബറേറ്റ് ആണെന്ന് കൂട്ടിക്കോളൂ. മനസ്സിലായില്ലേ? അത് ഡെലിബറേറ്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഇങ്ങനൊരു ഇതിലോട്ട് എത്താൻ കാരണം ഈ അടുത്ത് നടന്ന കുറച്ച് ചർച്ചകളുണ്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിഷയം സംസാരിക്കണേക്ക് മുമ്പ് തന്നെ കട്ട് ഷോട്ട് ചെയ്യില്ലാല്ലേ? മനസ്സിലായോ? അപ്പൊ എന്ത് പറ്റുന്നു വെച്ചാൽ ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊരു മോണോലോഗായിട്ടോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റിംഗ് ആൾക്കാരുടെ ഡയലോഗ്, അതായത് ഹു ക്യാൻ എഗ്രി ടു ഡിസഗ്രിയുടെ ഒരു ഡയലോഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പ്രൊവക്കേഷന്റെ ആവശ്യം എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ കേരളത്തില് ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആള് ശശി തരൂർ ആണെന്നാണ് വെപ്പ്, ശരിയല്ലേ? അതെ, കുറെ വാക്കുകളൊക്കെ ഉപയോഗിക്കാണ്ടല്ലോ. അതെ, അല്ല, ശശി തരൂരാണ് പൊതുവെ ഇപ്പൊ കേരളത്തിന്റെ ഇംഗ്ലീഷ് മാൻ. പുള്ളി തന്നെ, ഒരു ഡൗട്ടും ഇല്ല. പുള്ളിക്ക് അതിനുള്ള ഒരു ഫ്ലെയറും ഉണ്ട്. മനസ്സിലായില്ലേ? സുന്ദരനാണ്, ഫ്ലെയറും ഉണ്ട്. അപ്പൊ ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാജീവ് മൽഹോത്ര എന്ന് പറഞ്ഞ പുള്ളിയാണ് അല്ലേ? രാജീവ് മൽഹോത്രയാണ് ബീയിങ് ഡിഫറെന്റ് എന്നുള്ള ബുക്ക് ഇപ്പൊ റീസെന്റ് സ്നേക്സ് ഇൻ ദ ഗംഗ, ബാറ്റിൽ ഫോർ ദി IITs ആൻഡ് IIMs, അങ്ങനെ 10 heads of Ravana. അപ്പൊ പുള്ളി ഒരു ഇൻഡോളജിയുടെ ക്രിട്ടീക്കാണ്. ഓക്കെ, അപ്പോ അപ്പൊ ശശി തരൂർ എഴുതിയ ഒരു ഫേമസ് ബുക്കിന്റെ പേരാണ് വൈ ഐ ആം എ ഹിന്ദു. ഓക്കെ, അപ്പോ രാജീവ് മൽഹോത്ര അതിനു മുമ്പ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എഴുതിയ ബുക്കാണ് ബീയിങ് ഡിഫറെന്റ്. ഈ രണ്ട് ബുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശശി തരൂർ ഒരു ഡെമോൺസ്ട്രേഷണൽ ഇംഗ്ലീഷാണ് പറയണത്. മനസ്സിലായില്ലേ? അതായത് പുള്ളി പറയണതിന്റെ പലതിന്റെയും അർത്ഥം വിഷയത്തിന്റെ കാഠിന്യം കൂടുമ്പോ സ്കെയിൽ ആവുന്നില്ല. പുള്ളിക്ക് അവതരിപ്പിക്കാൻ പറ്റും. പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രവീന്ദ്രനും ചിദാനന്ദപുരിയും തമ്മില് അദ്വൈതത്തെ കുറിച്ച്, ശങ്കര വേദാന്തത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഞാനതൊരു 3-4 പ്രാവശ്യം കണ്ടു. പക്ഷെ 4ാമത്തെ പ്രാവശ്യം കണ്ടപ്പോഴാണ് എനിക്കത് ശരിക്കും മനസ്സിലായത്. ഒരു 3ാമത്തെ റൗണ്ടില്, അതായത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ലെങ്തി തെസിസ് 2 പേരുടെയും കഴിഞ്ഞിട്ട് ആ റിവേഴ്സ് ഇതിൽ വന്നപ്പോ ചിദാനന്ദപുരിക്ക് മനസ്സിലായി രവീന്ദ്രൻ സാറിന് വലിയ ഐഡിയ ഒന്നുമില്ല വേദാന്തത്തെ കുറിച്ച്. ഇവിടെയൊക്കെയാ അപ്പൊ എന്ത് ചെയ്യും പുള്ളി ജസ്റ്റ് വേദാന്തം എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. അപ്പൊ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ശശി തരൂരിന്റെ ഇംഗ്ലീഷിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഡൽഹി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പുള്ളി ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റ് ആണ് ആവേണ്ടത്. ഇപ്പൊ അന്നത്തെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ക്ലൈമറ്റും ആ സമയത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മെക്കോളെ എഡ്യൂക്കേഷന്റെ ഒരു വിക്ടിമാ പുള്ളി.
മനസ്സിലായില്ലേ? അതായത് ഒരു ഇന്ത്യയെ ഒരു ഫ്രാഗ്മെന്റഡ് ആയിട്ട് കാണുന്നതാണ്. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു മണ്ണിന്റെ മണമല്ല അവളുടെ ഇംഗ്ലീഷിന്. മനസ്സിലായില്ലേ? ഇതാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ സംബഡി ഹു ഇസ് ആർഗ്യൂയിങ് ഫ്രം ഇന്ത്യൻ തിങ് ആണ് രാജ്യമത്സരത്തോടെ ഗുണം. അപ്പൊ ബീയിങ് ഡിഫറെന്റും വൈ ആം എ ഹിന്ദു വേണമെങ്കിൽ എടുത്ത് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഇപ്പൊ ബീയിങ് ഡിഫറെന്റ് എന്നുള്ള ബുക്ക് ഇപ്പോ ഞാൻ കാരണം ഒരു 100ഓളം പേര് വായിച്ചിട്ടുണ്ട്. എത്ര പേര് അത് മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഹിന്ദിയിൽ തർജ്ജമയുണ്ട്, വിഭിന്നത എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അത് തന്നെ പറയാം. അതായത് ഈ അതിന്റെ സബ് ടൈറ്റിൽ ബീയിങ് ഡിഫറെന്റ് ആൻ ഇന്ത്യൻ ചലഞ്ച് ടു വെസ്റ്റേൺ യൂണിവേഴ്സലിസം എന്നാണ് അതിന്റെ സബ് ടൈറ്റിൽ. ഞാനത് ഞാൻ രീതിയില് ഞാൻ എങ്ങനെ മലയാളത്തിൽ നോക്കിയിട്ടും, മനസ്സിലായില്ലേ, എനിക്ക് കറക്റ്റ് മലയാളം കിട്ടിയില്ല. പക്ഷെ അതിന്റെ ഹിന്ദി വെർഷൻ എടുത്തു. അപ്പൊ ഹിന്ദി വെർഷന്റെ പേര് ബീയിങ് ഡിഫറെന്റ് വിഭിന്നത. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് മലയാളത്തിലോട്ട് വിഭിന്നത എന്നാക്കാം. അടുത്തതാണ് ഏറ്റവും വലിയ തരം, പാശ്ചാത്യ സാർവഭൗമികതക്കോ ഭാരതീയ ചുനൗതി. പാശ്ചാത്യ സാർവഭൗമികതയ്ക്ക് ഭാരതത്തിന്റെ മറുപടി എന്നാണ് ഞാൻ മലയാളത്തില് തർജ്ജമ ചെയ്തത്. അതായത് ചുനൗത്തി എന്ന് പറഞ്ഞ വെല്ലുവിളിയാവും. വെല്ലുവിളി ഇത്തിരി പൊളൈറ്റ് അല്ലാന്ന് തോന്നി. മനസ്സിലായില്ലേ? അപ്പൊ യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞ പദത്തിന് സാർവഭൗമികത എന്ന് പറഞ്ഞ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ആ ഹിന്ദി വായിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ സാർവഭൗമികമായ എന്നുള്ള ഈ യൂണിവേഴ്സൽ, അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ആ യൂണിവേഴ്സൽ എന്നുള്ള പദത്തിന് കൂടുതൽ ഹൃദ്യത വരികയാണ്. മനസ്സിലായില്ലേ? കുറച്ചുകൂടി ഇമോഷണൽ കണക്ട് കിട്ടും നമുക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എന്താ പറയാ എല്ലാ പദങ്ങളും പഠിക്കണം, തർജ്ജമ ചെയ്യാൻ പറ്റണം എന്നല്ല. ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ യുവാൽ നോവ ഹരാരി, അയാളുടെ 3 പുസ്തകമുണ്ട്. അതായത് ഫസ്റ്റ് പുസ്തകം സേപ്പിയൻസ്, ഇത് പോപ്പുലർ ആയത്. സെക്കൻഡ് പുസ്തകം ഹോമോ ഡിയൂസ്. തേർഡ് പുസ്തകം 21 ലെസൺസ് ഫോർ ദ 21st century. ഇതിന്റെ 3ന്റെയും ഹൈ ക്വാളിറ്റി മലയാളം ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. അപ്പൊ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് 3ഉം വായിച്ചു നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് വെളിവാവും. ഒന്നും ചെയ്യണ്ട. സേപ്പിയൻസിന്റെ ഫസ്റ്റ് പേജ് ഉണ്ട്, എങ്ങനെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടായത്, എങ്ങനെയാണ് ഈ മനുഷ്യൻ കൾച്ചറൽ എവല്യൂഷനോട്ട് നടന്നെടുത്തിയെന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അതിന്റെ കറക്റ്റ് അർത്ഥം വായിക്കണമെങ്കിൽ അതിന്റെ മലയാള തർജ്ജമ വേണം. അതുകൊണ്ട് ഇപ്പൊ മിക്ക ഇംഗ്ലീഷ് ബുക്സിന്റെയും ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങിക്കുക പതിവായി. കാരണം വിത്തൗട്ട് ട്രാൻസ്ലേഷൻ, ഈവൻ ഇഫ് യു ആർ സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്, എത്ര ഇതുണ്ടെങ്കിലും, കാരണം നമ്മുടെ മനസ്സിന് 30 സെക്കൻഡേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 സെക്കൻഡ് കിട്ടും ഒരു ടേം ഇത് ചെയ്യാൻ വേണ്ടി. ഒരു തർജ്ജമ ചെയ്യുന്ന ആൾക്ക് 1.5 മിനിറ്റ് 2 മിനിറ്റ് കിട്ടും. ഞാൻ വെറുതെ കണക്ക് പോകും. മനസ്സിലായേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ടെക്നിക്കൽ ബുക്ക് ആണെങ്കിലും മറ്റേ എന്താ പറയാ, ടെക്നിക്കൽ എന്ന് പറഞ്ഞപ്പോ ഈ യുവാൽ നോവ ഹരാരിയുടെ ഒക്കെ അത്യാവശ്യം ടെക്നിക്കലാണ്. ഈവൻ ബീയിങ് ഡിഫറെന്റ്, ഇനിയിപ്പോ ഈവൻ വൈ ആം എ ഹിന്ദു എന്നുള്ളതും ഇത്തിരി സാങ്കേതികത്വം നിറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രം, ഹിന്ദുയിസത്തിന്റെ വേദാന്തത്തിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ മറ്റേ ഇങ്ങേരുടെ ബുക്കിലുണ്ട്. പക്ഷേ ഓവറോൾ ഒരു വ്യാവഹാരിക ഹിന്ദു അല്ലെങ്കിൽ വ്യാവഹാരിക ഇന്ത്യൻ, ഡെയിലി ഇന്ത്യന് ശശി തരൂരിന്റെ വായിക്കാവുന്ന ബുക്ക് തന്നെ, ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം, അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് തന്നെ വാങ്ങിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ മനസ്സിലാവും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളം പഠിക്കൂല, അത് കാരണം ഇംഗ്ലീഷും മോശമില്ല. ഇതുകൊണ്ടാണ് പ്രൊവക്കേഷൻ വരുന്നത്. അല്ലേ? പറഞ്ഞു. എളുപ്പമല്ലാന്ന് കഴിഞ്ഞാല് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേഷന്റെ സംഭവം ഉണ്ടല്ലോ, അത് തന്നെയാണല്ലോ ഇവിടെ വന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യണതിന്റെ ഇതും അതിന്റെ ഏത് സ്പേസിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ. ഇപ്പൊ ഇംഗ്ലീഷ് ആയിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഒരു ട്രാൻസ്ലേഷന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ, അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമല്ലേ? യെസ്, വൊക്കാബുലറിയുടെ പ്രശ്നം ഉണ്ടാവും, എന്നാൽ പോലും ബെറ്റർ ആയിരിക്കും. അങ്ങനെ കാണുന്ന കേരളത്തിൽ ജീവിച്ച
അതായത് കേരളത്തിൽ ഒരു 18 വയസ്സ് വരെ ജീവിച്ച ഉം. മനഃപൂർവ്വം മലയാളം പഠിക്കാത്ത ഏതെങ്കിലും ഒരാളെ കണ്ടു? മനഃപൂർവ്വം മലയാളം പഠിക്കാതിരിക്കുക. സി, അതൊരു മനുഷ്യരുടെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങളുടെ ഉം. ഇംഗ്ലീഷ് സൂപ്പർബാണ്, മലയാളം എബോവ് ആവറേജ് ആന്ന് വെച്ചോ. ഉം, ഉം. നിങ്ങളുടെ മലയാളം മോശമെന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ ഓക്കെ. ആ പ്രോബ്ലം പല സ്ഥലത്തും ഉണ്ട്, മനസ്സിലായില്ലേ? അതിപ്പോ നിങ്ങൾ നിങ്ങളെ വിലയിരുത്തുമ്പോ ഇപ്പൊ നിങ്ങളുടെ ബെഞ്ച് മാർക്ക് ഇത്രയും ഹൈ ആന്ന് വെച്ചു. ഉം, ഉം. അപ്പൊ നിങ്ങൾ പല വിഷയങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് അവിടുത്തെ അടിസ്ഥാന നിരക്കിനൊക്കെ കൂടുതൽ അറിയായിരിക്കും. ചിലപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അറിവ് നിങ്ങൾക്കായിരിക്കും. ഉം, ഉം, ഉം. അതിന്റെ റിവേഴ്സ് ഇവിടെ കിട്ടിയ. ഉം, ഉം. അപ്പൊ എന്താ സംഭവിക്കണേന്ന് വെച്ചാല്, അങ്ങനെ മലയാളം ഡെലിബറേറ്റ്ലി പഠിക്കാത്ത ഉം. ഉം. ആൾക്കാരുണ്ട്. ഉം, ഉം. പക്ഷേ മലയാളം ഞാൻ നോട്ട് ചെയ്തേക്കുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളം മീഡിയത്തിൽ പഠിച്ച പിള്ളേര് പിൽക്കാലത്ത് ഇംഗ്ലീഷ് സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നന്നായി വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ദേ ഫെയർ ബെറ്റർ ദാൻ മോസ്റ്റ് സോ കാൾഡ് ഇംഗ്ലീഷ് പീപ്പിൾ. ഉം, ഉം. മനസ്സിലായില്ലേ? അപ്പൊ അത് കാണിക്കുന്നത് എന്താ വെച്ചാൽ വൈകാരികത അവിടെ നിന്ന് കിട്ടുന്നെങ്കിൽ. ഇംഗ്ലീഷ് വായിച്ചാൽ ആ വൈകാരികത ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ വേറൊരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങള് ഒരു ജനിക്കുമ്പോ തന്നെ ഇംഗ്ലീഷുകാർക്ക് അടിമയാവാനല്ല നമ്മൾ ജനിച്ചേക്കണം, മനസ്സിലായില്ലേ? ഉം. നമ്മുടെ ഉം. നാട്ടിൽ ജീവിക്കാനല്ലേ. ഉം, ഉം. ഉം. അപ്പൊ സി, അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല്, നിങ്ങൾ ഏത് ഭൂമിക, അല്ലെങ്കിൽ ഭൂമിക എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, ഉം. ഉം. ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ IT ഇൻഡസ്ട്രിയിൽ വെള്ളക്കാരനെ നേരിടും. സേ, ഒരു അമേരിക്കന്. ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ നിങ്ങൾക്ക്, ഒരു ഭൂമിക വേണ്ടേ? നിങ്ങളെ എവിടെയാണ് നിങ്ങളുടെ അധിഷ്ഠാനം, അല്ലെങ്കിൽ ബേസിസ്? ഓക്കെ, വിഷയം .NET തന്നെയാന്ന് കൂട്ടിക്കോളൂ. അതിലും ഒരു കാര്യം ചോദിക്കട്ടെ. ആ. ഇപ്പൊ മലയാളികൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ബാക്കിയുള്ള ആൾക്കാരെക്കാൾ. ഫ്ലെക്സിബിൾ ബാക്കിയുള്ള അല്ല, ആൾക്കാരെന്ന് അഡാപ്റ്റബിൾ പറഞ്ഞാൽ ആണ്. നിങ്ങൾ എക്രോസ് ഇന്ത്യ ആണോ പറഞ്ഞത്, അക്രോസ് ദ അതെയോ വേൾഡ്. അക്രോസ് ദ വേൾഡ്? ഫ്ലെക്സിബിലിറ്റി ഇൻ വാട്ട്? ഫ്ലെക്സിബിലിറ്റി എന്ന് കഴിഞ്ഞാല് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാല് അവിടത്തെ കൾച്ചറിലോട്ട് എന്താ പറയാ, കൾച്ചറിന്റെ ഭാഗമാവാൻ. അത് അവിടുത്തെ ലാംഗ്വേജ്, കൾച്ചർ, നിങ്ങള് അങ്ങനത്തെ. ലാർജ് നമ്പർ ഓഫ് സോറി ഫോർ ദ ഇന്ററപ്ഷൻ, ലാർജ് നമ്പർ ഓഫ് മലയാളി എക്സ്പാട്രിയേറ്റ്സ് ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ അത് പറയുന്നത്? അതെ. എങ്കിൽ അവിടെ ഞാനിപ്പോ ഇതിനു മുമ്പ് എക്സ്പാട്രിയേറ്റ്, ഞാൻ 1.5 കൊല്ലായി. ഉം. ഞാൻ ഇതുവരെയായിട്ടും ഒരു മലയാളിയും ഇവിടെ കൾച്ചറലി ബ്ലെൻഡ് ചെയ്യണാണ്. ഓക്കെ. അതായത് ഹീസ് ഫ്ലെക്സിബിൾ. കാരണം അവനൊരു സാമ്പത്തിക അഭയാർത്ഥിയായിട്ട് അവൻ അടിപൊളിയായിട്ട് ചെയ്യും. അവൻ അവിടുത്തെ നിയമം ഭേദിക്കൂല, മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ട്രൂ ഫോർ അതർ സ്റ്റേറ്റ് പീപ്പിൾ ആസ് വെൽ. ഈ മധ്യവർഗം പ്രാക്ടിക്കലി കേരളം, മറ്റേ ബംഗാൾ, അങ്ങനെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. മിക്ക സ്ഥലത്തും ഒന്നിനും പൈസക്കാരൻ്റെ അല്ലെങ്കിലും ഇതുണ്ട്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസക്കാർക്ക് വിദേശത്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പഞ്ചാബ്, ഇങ്ങനെ ആന്ധ്ര, അങ്ങനെ കുറെ ഹോട്ട്സ്പോട്ടുകളുണ്ട്. അതായത് വിദേശത്ത് പോയില്ലെങ്കിൽ ജോലി കിട്ടാത്ത, ഇപ്പൊ കേരളം അങ്ങനെയൊക്കെ. അവിടെയാണ് ഈ സോക്കാൾഡ് ഫ്ലെക്സിബിലിറ്റി ഉള്ളൂ. കാരണം ഇവിടെ വന്നിട്ട് ഈ വെള്ളക്കാരന്റെ, ഇവിടുത്തെ വർക്കിംഗ് ക്ലാസിന്റെ സെൻസിബിലിറ്റിയെ കുറിച്ച് ഒരു ധാരണയും ഞാൻ ഇവരിലൊന്നും കാണുന്നില്ല. അപ്പൊ ദേ ആർ സർവൈവിങ്. കാരണം ഇവിടുത്തെ എലീറ്റിന് മലയാളി ലേബറും മലയാളികളുടെ ബിഹേവിയറും ഗുഡാ, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ വന്നിട്ട് ആ മാറ്റം ഞാൻ കാണുന്നില്ല. മലയാളികള് അൺലൈക്ക് അതേഴ്സ് ഫ്ലെക്സിബിൾ ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഞാൻ കേരളത്തിൽ എവിടെയും പോകാൻ കേരളത്തിൽ ജീവിച്ച് കിട്ടിയ. പക്ഷേ അത് ഇപ്പൊ നിങ്ങൾക്കൊരു ബേസിക് സർവൈവൽ, അതായത് അടിസ്ഥാനപരമായ തൊഴിലിന് അത് കൊള്ളാം. പക്ഷെ നിങ്ങൾ ഒരു IT ഇൻഡസ്ട്രിയിലും മറ്റേലൊക്കെ നിങ്ങൾ കയറുമ്പോ നിങ്ങൾക്ക് ആ ലെവലില് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആയാൽ മതിയോ? ഇവിടെ കിട്ടിയ. അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കാണിക്കുന്നുണ്ടോ? ഇല്ല. ഒരു വലിയ പരാതിയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ മറ്റേ ഇംഗ്ലണ്ടിലെത്തുമ്പോ അല്ലെങ്കിൽ അമേരിക്കയിലെത്തുമ്പോ ഇംഗ്ലീഷ് സംസാരിക്കാന്ന് പറഞ്ഞാണോ? കേരളത്തിൽ നല്ല ഇംഗ്ലീഷ് സംസാരിച്ചൂടെ? അല്ലെങ്കിൽ നമ്മളെ ഇംഗ്ലീഷിൽ ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ നല്ല മലയാളം സംസാരിച്ചൂടെ? കിട്ടിയ. അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് ഒരു അത് പറഞ്ഞ, ഇപ്പൊ നമ്മൾ നോക്കുന്നതിന്, ഇപ്പൊ നമ്മളിപ്പോ ഇതിലിരിക്കുന്നു, ഇതിലിപ്പോ 10 കൊല്ലം എക്സ്പീരിയൻസിന്റെ അടുത്തുള്ളവരേ ഉള്ളൂ.
നമ്മൾ ഒരിക്കലും കേരളത്തിന്റെ ഒരു ബേസ് റേറ്റിലുള്ള ആൾക്കാരല്ല, അതിന് മുകളിലുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അതായത് എത്ര IT പേഴ്സണൽസ് ഉണ്ട് ലാലെ കേരളത്തില്? 1% ഉണ്ടാവും. 1% ഉണ്ടാവും. 4 കോടിയുടെ 4 ലക്ഷം പേരുണ്ടാവുമായിരിക്കും. ഏത് കേരളത്തിൽ ജീവിക്കുന്ന അത്രേ ഉണ്ടാവുള്ളൂ ലാലെ. പിടിയില്ല. പിന്നെ IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആരും പട്ടിണി നടക്കുമെന്ന് ഞാൻ വിചാരിക്കണ്ട. വേറെ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും സമ്മതിക്കേണ്ടത്. അപ്പൊ ആ ക്ലാസിന്റെ ഉള്ളില് ഇത്ര അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് എന്നെ അഫക്ട് ചെയ്യണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് വേറെ കൾച്ചറിൽ ഈ വിദേശീയർ എന്ന് പറഞ്ഞാല് ചില ആൾക്കാർക്ക് കേരളത്തിന് പുറത്തുള്ള ഒരു വിദേശീയരാ. ചില ആൾക്കാർക്ക് എന്താ പറയാ, മിഡിൽ ഈസ്റ്റിന് അപ്പുറത്തുള്ളവരാണ് വിദേശീയർ. ഇവിടെ കിട്ടിയ ചില ആൾക്കാര് റഷ്യക്കാരെയൊന്നും വിദേശീയരെ, അത് ആരാണ് വെള്ളക്കാരെന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൾക്കാര്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാല്, മറ്റ് കൾച്ചറിലെ ആൾക്കാര് അടിസ്ഥാന പ്രാവീണ്യം വെച്ച് വരികയും അവനെ ജഡ്ജ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പറ്റാത്തതിന്റെ ഒരു വ്യക്തിമായ ഇവിടെ കിട്ടിയ. അപ്പൊ അങ്ങനെയാണ് ഞാൻ അപ്പൊ എന്തുകൊണ്ട് ഈ വീക്ക് ഇംഗ്ലീഷ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് മലയാളം ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എനിക്ക് ക്രിട്ടിക്കൽ മാസ് ഇല്ല എന്റെ കൂടെ. അപ്പൊ ഇതുവഴി ഇപ്പൊ ആർക്കെങ്കിലും, അതായത് മലയാളം എടുത്തി പഠിച്ചു പോയി എന്നുള്ളതോ ഇനി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ എന്റെ ക്യൂർ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ കോഴ്സ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ എന്റെ ഫോർമൽ സെഷൻ എടുക്കാം. ഇവിടെ കിട്ടിയ. അപ്പൊ ഞാനിത് വെറുതെ പറയാനല്ല, ഞാൻ ആൾറെഡി 6-7 സെഷൻസ് എടുത്തു കഴിഞ്ഞു. ഫിനോമിനലി, അതായത് പ്രാതിഭാസിക തലത്തില് റിസൾട്ട് ഉണ്ട് താനും. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഇപ്പൊ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോ ഇവിടെ വരുമ്പോഴും പലരും മലയാളം ഏറെ 25 കൊല്ലം ഇങ്ങനെയായിരുന്നു എന്റെ ചെറുപ്പത്തില്. പക്ഷെ ഇപ്പൊ 25 കൊല്ലം അല്ല, അത് കഴിഞ്ഞിട്ടൊരു ഭയങ്കര കാര്യം നടന്നു. DC ബുക്സ് എന്ന് പറഞ്ഞൊരു പബ്ലിഷർ കുറെ ഹൈ ക്വാളിറ്റി ഇംഗ്ലീഷ് ബുക്സ് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തു. അത് മാതൃഭൂമി പ്രസും ഗ്രീൻ ബുക്സ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള ലിറ്ററേച്ചർ, പിന്നെ യൂട്യൂബിന്റെ ആവിർഭാവം, യുക്തിവാദികള്, വേദാന്തികള്, കമ്മ്യൂണിസ്റ്റ് താത്വികചാര്യന്മാര്, ഇവര് മലയാളത്തെ പ്രാക്ടിക്കലി റിവൈവ് ചെയ്തു എന്ന് മാത്രമല്ല, ഇതേ റവല്യൂഷൻ എല്ലാ ലാംഗ്വേജിലും നടന്നു. ഇന്ന് ഹിന്ദിയിലൊക്കെ നല്ല ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇന്ത്യൻ ഭാഷയെ നിരാകരിക്കുമ്പോൾ ഭൗതിക ക്ഷമതയ്ക്കുള്ള ഒരു ലാർജ് സോഴ്സ് ആണ് കളയുന്നത്. അല്ലേ? അതാണ് എന്റെ പോയിന്റ്, ഇതാണ് എന്റെ അറിവ്. അപ്പോ മലയാളികളുടെ ഫ്ലെക്സിബിലിറ്റി അതാണ്. അപ്പൊ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ അതിനെ ഖണ്ഡിച്ചതല്ല, ഞാൻ എന്റെ ടേക്ക് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ട്. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഞാനിപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ എന്താ പറയാ, ഇപ്പൊ ഈ വരേണ്യവൽക്കരിക്കാനാണ്. അതായത് ടെക്നിക്കൽ ശ്രേണിയിൽ, കാരണം ടെക്നിക്കൽ ശ്രേണിയിൽ ഒന്നാമത് ഇതൊരു ബൂർഷ ഇൻഡസ്ട്രിയാണ്, കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രിയാണ്, വിന്നർ ടേക്സ് ഇറ്റ് ഓൾ ഇൻഡസ്ട്രിയാണ്. അപ്പൊ അവിടെ വിന്നേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ അതിലൊരു പ്രൊവക്കേഷൻ ഉണ്ട്. ഇന്ന സ്ഥാനത്ത് സാമൂഹിക തലത്തിൽ നിങ്ങൾക്ക് ചുറ്റുപാടായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാല് അതൊരു രാഷ്ട്രീയപരമായി നേരിടേണ്ട കാര്യമാണ്. അതായത് ചുറ്റുമുള്ള ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അഡ്വാൻസ് ടോപ്പിക്സ് പഠിക്കാതിരിക്കുകയും അഡ്വാൻസ്ഡ് ഭാഷ ചെയ്ത് കഴിഞ്ഞാല് അവരവരുടെ പാട്ടിന് പോവും, നിങ്ങൾ യു വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. ഇങ്ങനൊരു പ്രത്യേക പ്രതിഭാസം ഞാൻ കാണുന്നു. ഞാനിതില് തിരിച്ചു ചോദിക്കട്ടെ. ഓക്കെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, സായിപ്പ് മലയാളത്തിൽ വന്നിട്ട് ആർഗ്യൂ ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പൊ എങ്ങനെയായിരിക്കും? സായിപ്പ് മലയാളത്തിൽ വന്ന ആർഗ്യൂ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനൊരു പ്രോബ്ലം ഉണ്ട്. അതായത് മലയാളം പഠിച്ചിട്ടുള്ള വൈദേശികരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഹു ക്യാൻ ആക്ച്വലി ഡു ഗുഡ് സാൻസ്ക്രിറ്റ് മറ്റേതൊക്കെ. പക്ഷേ ഒരിക്കലും ഒരു സായിപ്പിന് വന്നിട്ട് മലയാളം കൾച്ചറലി ന്യൂആൻസ്ഡ് മലയാളം സംസാരിക്കാൻ പറ്റില്ല. അപ്പോ ഇവിടെയാണ്
ഇപ്പൊ രാജീവ് മൽഹോത്രയുടെ ബീയിങ് ഡിഫറെന്റിൽ പറയുന്ന ഒരു ഡൊമിനന്റ് കൾച്ചർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പൊ കുറച്ചാൾ മുമ്പ് മറ്റേ ശ്രീജിത്ത് ഇല്ലേ, ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ശ്രീജിത്ത് IPSന്റെ അതൊരു സോഷ്യോളജിക്കൽ ഇതാണ്. ഇപ്പൊ ഡൊമിനന്റ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെസ്റ്റേൺ മെറ്റീരിയലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പൈസയുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ല കേട്ടോ. മെറ്റീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫിലോസഫിക്കൽ പൊസിഷനാണ്. വെസ്റ്റേൺ മെറ്റീരിയലിസ്റ്റിക് സയന്റിഫിക് ഏത്തീസ്റ്റിക് കൾച്ചർ ആണോ ഇപ്പൊ ഡൊമിനേറ്റ് ചെയ്യണത്? അല്ലെ വേൾഡ് ബിസിനസ് ആൻഡ് എക്കണോമിക്സ് സമ്മതിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ ആരുടെ ദൃഷ്ടിയാണ് ഇപ്പൊ കോർപ്പറേറ്റ് ഓടുന്നത്? എവർ സിൻസ് ഒറിജിൻ ഓഫ് എന്താ പറയാ വെൽത്ത് ഓഫ് നേഷൻസ് 1776 വെൽത്ത് ഓഫ് നേഷൻ മുതൽ ഇങ്ങനെ നമ്മൾ അടിയിലോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ടെംപ്ലേറ്റ് ആയിട്ട് വെച്ചുകൊണ്ടാണ് വേൾഡ് കോർപ്പറേറ്റ് വന്നിങ്ങനെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ സ്ട്രക്ചറലിസ്റ്റിക് തിങ്കിങ്ങിലോട്ട് ആൾക്കാര് അവരുടെ വ്യാവഹാരിക തലം അല്ലെങ്കിൽ അവരുടെ ബിസിനസ് തലത്തിൽ മാറിയേ മതിയോ അല്ലേ? അപ്പൊ ആ ഒരു ചോദ്യത്തിന് സായിപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ സംസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ അതൊരു ബിസിനസ് കോണ്ടെക്സ്റ്റില് വർക്ക് ചെയ്യുന്ന കാര്യമാണോ? ബിസിനസ് അങ്ങനെയല്ല ഞാനൊരു ജനറൽ ടോപ്പിക് ഓക്കെ അല്ല, എന്താണ് ആ ചോദ്യത്തിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ് അതിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ സൂചന എന്താണ്? അതായത് ഇപ്പൊ ബെറ്റർ ഇംഗ്ലീഷ് ത്രൂ ബെറ്റർ മലയാളം എന്നുള്ളൊരു ടോപ്പിക് ഉണ്ടല്ലോ, അത് തിരിച്ചുപയോഗിക്കാൻ പറ്റുമോ? ബെറ്റർ മലയാളം ത്രൂ ബെറ്റർ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇല്ല, അതല്ല. ബെറ്റർ ഇംഗ്ലീഷ് ത്രൂ ബെറ്റർ മലയാളം എന്ന് പറയുന്നത് നമുക്കാണ്. ബെറ്റർ ഇംഗ്ലീഷ് ത്രൂ ബെറ്റർ വെർനാക്കുലർ ആണ് പ്രമേയം. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാല്, അപ്പൊ എങ്ങനെ വെസ്റ്റേണേഴ്സ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഓപ്പറേഷണൽ മോഡൽ ഉണ്ട്, ഒരു തിങ്കിങ് മോഡൽ ഉണ്ട്. നമുക്കും ഉണ്ട് ഒരു തിങ്കിങ് മോഡൽ. അപ്പൊ നമ്മുടെ തിങ്കിങ് മോഡലും അവരുടെ തിങ്കിങ് മോഡലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഡെസ്പൈറ്റ് ബീങ് സ്മാർട്ട്, നമ്മുടെ ആൾക്കാര് പൊതുവെ അവർ തന്നെ സ്വയം മണ്ടന്മാരാന്ന് വിചാരിക്കും. ദേ ആർ സെറ്റിലിംഗ് ഫോർ ലെസ് എന്നുള്ളതാണ് എന്റെ തെസിസ്. അടുത്ത തെസിസ് ഇതിനായിട്ട് ചേർത്ത് വായിക്കുന്നു. ഞാൻ പറയാൻ മനസ്സിലായോ? അതായത് വെസ്റ്റേൺ ഫിലോസഫിക്കൽ നോംസിനനുസരിച്ച് ചിന്തിക്കാൻ പറ്റിയാലേ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവലില് എന്തെങ്കിലും ആർട്ടിക്കുലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പാറ്റ് സ്റ്റൈൽ, അതായത് ഒരു തർക്ക വിതർക്ക കുതർക്കം ഇവരായിട്ട് ടെക്നോളജി ലെവലിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കണ്ടുപിടിച്ചേക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അത് പറ്റണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്കൊരു ഭൂമിക വേണം. അപ്പൊ നിങ്ങളുടെ ഭൂമിക അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ അവിടെ സബ്സർവിയന്റ് ആവാണ്. ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് ആണെങ്കിലും ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും നിങ്ങൾ അവരെ മിമിക് ചെയ്യാനാ ശ്രമിക്കണേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവര് നേരിടാനുള്ള ഒരു സാധനം ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ. മനസ്സിലായില്ലേ? അപ്പൊ അവന്റെ അസംഷൻസ് എന്താണ് പുള്ളിയുടെ കൊഗ്നിറ്റീവ് മോഡൽ, അണ്ടർസ്റ്റാൻഡിങ് മോഡൽ എന്താണ്? എന്തുകൊണ്ടാണ് ഇപ്പൊ അവരുടെ ഹോളിവുഡ് മൂവീസിന്റെ മെറ്റഫോർ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പലതും സംസാരിക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഗീക്ക് ടെർമിനോളജി ചിലപ്പോ അമേരിക്കയിലെ ജോഗ്രഫി അറിഞ്ഞാലേ പലതും പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ എന്റെ കേസിൽ ഞാനൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്ര ആർട്ടിക്കുലേറ്റീവ് ആവാൻ പറ്റുന്നത് ഈ കാര്യത്തെ കുറിച്ച്. ഇവിടെ കിട്ടിയ ഒരു തുലനാത്മക പഠനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമുക്കൊരു ഭൂമിക വേണം. ഇത് അവിടെ അപ്പോ ഡെയിലി ലൈഫിൽ മലയാളത്തിലോ മംഗ്ലീഷിലോ എക്സ്റ്റൻസീവായിട്ട് ആർഗ്യൂ ചെയ്താലേ എന്നിട്ട് പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പ്രൈവറ്റ് ലാംഗ്വേജും മെറ്റഫോറും ആനക്ഡോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റണം. അല്ലെ? എവിടെ കിട്ടിയ? അപ്പൊ അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലാറ്റിൻ പദങ്ങൾ, ഇപ്പൊ ഈ ലാറ്റിൻ, ഫ്രഞ്ച്, മറ്റേ സ്പാനിഷ് പദങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ബോറോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പദങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആർഗ്യുമെന്റം ആഡ് ഹോമിനം, അല്ലെങ്കിൽ എന്താ പറയാ സൈനഡായി, അല്ലെങ്കിൽ അഡ്ഹോക്, പോസ്റ്റ് ഹോക്, എ പ്രയോറി, എ പോസ്റ്റീരിയോറി, ഇങ്ങനെ
100,000 സാങ്കേതിക പദങ്ങളുണ്ട് ലാറ്റിൻ. ആ പദത്തിന്റെ മലയാളം എന്താണ്? അപ്പൊ അത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആശയങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റും. പിന്നെ മെറ്റഫോർ ഉണ്ട്. ഇപ്പൊ ഭീമാകാരൻ, ഓക്കെ, അതിപ്പോ ഹെർക്കൂലിയൻ ആണോ അതെ ഗോലിയാത്തിയൻ ആണോ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കറക്റ്റ് മെറ്റഫോർ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തൂടെ, അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ അഡ്വാൻസ്ഡ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള ആൾക്കാരെ കൂട്ടണം ചുറ്റും. അഡ്വാൻസ് ടോപ്പിക് നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കണം, എന്നാലേ നിങ്ങൾക്ക് അഡ്വാൻസ് ടോപ്പിക് ഇംഗ്ലീഷിൽ സംസാരിക്കാന്നുള്ളതല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യണമെന്ന് വെച്ചോ, എ എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അവര് ബി ആണ് ബെറ്റർ എന്ന് പറയും. അപ്പൊ ബി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ എ ആയിരിക്കും ചിലപ്പോ ഒരു പാഴ്സിമോണി പോയിന്റ് ഓഫ് വ്യൂ ബെറ്റർ. അപ്പൊ എങ്ങനെ ആർഗ്യൂ ചെയ്യാത്? മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതായത് അപ്പൊ നമുക്ക് പറയാം, നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ സ്റ്റാഫിങ്ങിന് ഉണ്ട്, റീട്രെയിനിങ് എടുക്കും, ടൈം എടുക്കും. അപ്പൊ അവൈലബിൾ സ്റ്റാഫ് വെച്ചിട്ട് ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക്. അപ്പൊ ഫസ്റ്റ് തന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് അധികം സംസാരം ഇല്ലാത്തതുകൊണ്ട്. കാരണം സംസാരിക്കുമ്പോ തന്നെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയങ്ങൾ ഇത്തിരി കട്ട് ചെയ്യാകുമ്പോഴേക്കും ആൾക്കാർ മാറി. ശരിയാണോ? അപ്പൊ എവിടെയാണ് ഇതിനെ പറ്റുന്നത്? അപ്പൊ ഒരിക്കലും ഒരു നല്ല ആർക്കിടെക്റ്റ് ആവാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരാൾ ആർക്കിടെക്റ്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ അടിയിൽ കിടക്കണവന്റെ കാര്യം പോക്കാം. ഞാൻ പല കമ്പനികളിലും കണ്ടിട്ടുണ്ട്. അതായത് ക്ലയന്റിനെ സൂചിപ്പിച്ച് നിൽക്കുന്ന ആർക്കിടെക്ട്സ് ഉണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് 18 മണിക്കൂർ പണിയെടുക്കേണ്ടി വരും. കാരണം ക്ലയന്റിന്റെ ഏതെങ്കിലും ഒരു ഏജന്റിനെയാണല്ലോ ഇവൻ തൃപ്തിപ്പെടുത്തുണ്ടാവുക. അയാളുടെ ബയാസിനനുസരിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നടന്ന എങ്ങനെ ഉണ്ടാവും? അയാളുടെ വിവരക്കേട് വരെ നമ്മുടെ അടുത്തേക്ക് വരൂലേ? അപ്പൊ അതെങ്ങനെ നമ്മള് കൗണ്ടർ ചെയ്യും? പിടികിട്ടിയ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വെറുതെ ഇംഗ്ലീഷും മലയാളം പറയല്ലേ, നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ടെന്നുള്ള അസംപ്ഷൻ ഉണ്ട് കേട്ടോ അല്ലേ അവിടെ. പറഞ്ഞു. ഹലോ, ഞാൻ ഇവിടെ പറഞ്ഞോളൂ. ഇല്ല ഞാൻ അപ്പൊ ആ ടോപ്പിക് അല്ല, അതൊരു വലിയ അങ്ങനെ ഒരു സാധനം, ഒരു വലിയ പ്രോബ്ലം അത്. അപ്പൊ ആരും തിരിച്ച് അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസ് ജീവിതത്തിൽ നിന്ന് വരുന്നതാണ് അത്. മനസ്സിലായില്ലേ? കോംപ്രമൈസ് ജീവിതം ഡെലിബറേറ്റ് ആയിരിക്കണം. മറ്റേ ഇതായിരിക്കരുത്, ഏതാ ഒരു ഡിഫോൾട്ട് ആയിരിക്കരുത്. ഡിഫോൾട്ട് ഇൻ ദ കമ്പ്യൂട്ടർ സെൻസ്. മനസ്സിലായേ? നിങ്ങള് സാഹചര്യത്തിന് മറ്റേ വേണമെങ്കിൽ ഇതെന്ന് കൊടുക്കാം, പക്ഷെ ഈ കോംപ്രമൈസ് ചെയ്ത് തന്നെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അല്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ആൾക്കാർക്ക്. പക്ഷെ എന്നിട്ട് ഇതേ ആൾക്കാര് അധികാരത്തിലിരിക്കും, എന്നിട്ട് ഇവര് ഭയങ്കര സ്മാർട്ടാന്ന് വിചാരിക്കും. അപ്പൊ എന്ത് പറ്റും? അപ്പൊ അടിയിലുള്ളവന്റെ കാര്യം പോക്കല്ലേ. അപ്പൊ പിന്നെ അവനും എന്ത് ചെയ്യും? അവന്റെ വിചാരം എന്താണ്? സീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുടി നരച്ചതിന്റെ പേരിൽ എന്റെ മുകളിൽ വന്നിരിക്കുന്നതാണ്. അവിടെ കഴിഞ്ഞോ? അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ആരും അങ്ങനെ ഇങ്ങനത്തെ വിഷയം ഇത് അഡ്രസ് ചെയ്യാന്ന് പറഞ്ഞില്ല. ഇത് അഡ്രസ് സൊല്യൂഷൻ ഉണ്ട്, ആർക്കും വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അതാണ് അതിന്റെ ഗെയിം. ശരത്തിന് എല്ലാം അടിയാണ്ടോ? എന്താണ്, എന്തിനെ പറ്റിയാണ്? ഇപ്പൊ ഈ മലയാളം മലയാളമല്ല, ഡെയിലി ലൈഫിൽ സങ്കീർണമായ പ്രതിപാദനം നടത്തിയാലേ ആംഗലേയ ഭാഷയിൽ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അടിസ്ഥാന രത്ന ചുരുക്കം. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നല്ല പ്രാവീണ്യം ഉണ്ടാക്കണം, മലയാളത്തിൽ സംസാരിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം. കാരണം മലയാളത്തിൽ മറ്റേ ഇത് ചെയ്യുമ്പോൾ തന്നെ സ്ഫുട മലയാളം സംസാരിക്കല്ലേ എന്ന് പറഞ്ഞ് പടിയടിച്ചുകൊണ്ട് നമുക്ക് ജാർഗൻസ് സംസാരിച്ചു കഴിഞ്ഞാൽ തള്ളാന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവന് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല. പിന്നെ ഇവന് കിട്ടുന്ന അവസരം എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റേക്ക് എൻഗേജ്മെന്റിലാ. ഇന്റർവ്യൂവിന് പോകുമ്പോഴോ ക്ലയന്റ് ലൈസണിങ്ങിന്റെ സമയത്തൊക്കെ ഇംഗ്ലീഷ് പറയണം. അപ്പൊ എന്ത് തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഓർത്തു വെച്ച് ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ
ആ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള അർത്ഥം വരില്ല. അങ്ങനെ ഈ പല ആർക്കിടെക്റ്റുകളും ഈ അടിയിലുള്ളവരുടെയൊക്കെ ലൈഫ് കുളം തോണ്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് ഇപ്പൊ ലാല ഞാൻ വേറെ കാര്യം പറയുന്നത്, ഞാൻ 200ഓളം മറ്റേ കൺവെർസേഷൻസ് 3 കൊല്ലം ഈവ്സ് ഡ്രോപ്പ് ചെയ്തു കേട്ടോ ഞാൻ ലാലെ, എന്നിട്ടും കൂടി കണ്ടുപിടിച്ചത്. ഉം. മനസ്സിലായില്ലേ? ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ മറ്റേ ഈ എന്താ പറയാ പല സ്ഥലത്തും കോൾ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പല സ്ഥലത്ത് പോയി ഇരുന്ന് അവിടെ അപ്പൊ ഞാൻ ശരിക്കും മനസ്സിലാക്കി ഒരു ഇരട്ടി പണി എടുക്കുന്നുണ്ട് മിക്ക കമ്പനി. ആ മുമ്പിൽ നിൽക്കുന്ന ആള് കറക്റ്റ് ആയിട്ട് അയാളുടെ ഭയവും അയാളുടെ ഭാഷാ നൈപുണ്യ പ്രശ്നവും ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് അയാളുടെ മറ്റേ എന്താ പറയാ ടെക്നോളജി കൂടി വരുമ്പോ ഇവിടെ കാര്യം പോക്കാം. പിന്നെ ആ കമ്പനിയിൽ ഒരു കാര്യമുണ്ട്, ഓൺ സൈറ്റിലുള്ളവരാണ് ബുദ്ധിമാന്മാര്, ഓഫ് ഷോറിലുള്ളവന്മാര് മണ്ടനാണെന്നുള്ള ഒരു ധാരണയും കൂടിയുണ്ട്. അപ്പോ ഉറപ്പല്ലേ? അതായത് പിന്നെ അങ്ങനെയാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. അപ്പൊ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ ഐസൊലേറ്റ് ചെയ്യണ്ടേ? അതില് ഒരു സംഭവം ചോദിക്കട്ടെ. ഇപ്പൊ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്ന് വെച്ചു, ഇപ്പൊ നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സംഭവം വന്ന ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഉറപ്പാണ്. എന്ന് വെച്ചാൽ അമ്മ ഇടുന്ന ടൈം വേസ്റ്റ് ആണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണ്ടേ, അല്ലാണ്ട് ഞാനത് ചെയ്തു തുടങ്ങിയിട്ട് പറ്റാണ്ടാവുമ്പോ പറ്റില്ല എന്ന് ഇനി എത്തിക്കണതിലും അങ്ങനെ ചെയ്യൂലല്ലോ. അവിടെയാണ് പ്രശ്നം. മിക്ക ഇന്ത്യൻ സർവീസസ് കമ്പനികളിലും അറിഞ്ഞാൽ പോലും മിണ്ടാതിരിക്കുന്നതാണ് യുക്തി. അവിടെയാണ് അതിന്റെ ചലഞ്ച്. അതായത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവന്റെ റെസ്പെക്ട് ഒക്കെ നേടിയെടുക്കാൻ പറ്റിയത്. അതായത് ഈ മോളിൽ നിന്ന് ഇങ്ങനെ ഒരു സീരിയൽ ഡെലിഗേഷനിൽ ഏറ്റവും അടിയിലത്തെ ആൾക്കാരുടെ തലയിലേക്ക് ഇത് ഇടുന്നതാണ് പതിവ്. അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യും? അപ്പൊ നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിന് അത് മനസ്സിലായി ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ എത്തിയ ആൾ എന്ത് ചെയ്യും? പുള്ളി കണ്ണടയ്ക്കും, ക്ലയന്റ് ഇങ്ങനെ പറഞ്ഞെന്ന് പറയും. അപ്പോ ചില സ്ഥലത്ത് നമുക്കത് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്കറിയണ്ടേ? ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ പൊട്ടന്മാരെല്ലാം നിങ്ങളുടെ അപ്പുറത്ത് കാണിക്കണല്ലേ, പിന്നെ അടുത്തത് വീണ്ടും വരൂലേ? അല്ല, എന്തായാലും വരുമല്ലോ, അത് ഈവൻ നമ്മ പറഞ്ഞാൽ പോലും വരുമല്ലോ. അല്ല അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമല്ലോ. അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഈ പല സ്ഥലത്ത് വരും, നമ്മള് ഓവർസീസിലെ എൻഗേജ്മെന്റിന് പോകുമ്പോ അവിടുത്തെ ഇപ്പൊ ഏതെങ്കിലും കമ്പനിയിലേക്ക് 1 മാസം 40 ദിവസത്തേക്കൊക്കെ പോണേ. അപ്പൊ അവിടെ ചെല്ലുമ്പോ നമ്മുടെ കമ്പനിയിലെ ആൾക്കാർ തന്നെ അവിടെ ഫുൾ ടൈമേഴ്സ് ആയിട്ടുണ്ടാവും, കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് അവിടെ വലിയ വിലയൊന്നുമില്ല, കാരണം അവർക്ക് എങ്ങനെയെങ്കിലും മറ്റേ H1 മറ്റേ ഗ്രീൻ കാർഡ് കിട്ടാനൊക്കെ അവർക്ക് അവിടെ ഇങ്ങനെ പതുങ്ങി നിൽക്കണം. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോഴും നമുക്ക് ആ വിലയല്ലേ കിട്ടുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാൻ പോയ ഓഫീസുകളിലൊക്കെ എനിക്ക് അവിടുത്തെ ഡയറക്ടറിന് തോളത്തൂരെ കൈയിടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്മാർക്ക് എന്ത് ചെയ്തിട്ടും അതിന്റെ ഒരു ട്രിക്ക് എന്താന്ന് പിടിയിട്ടുണ്ട്. പല സ്ഥലത്തും ഞാൻ ഇങ്ങനെ യുഎസിലെ പല സ്ഥലത്തും യൂറോപ്പിലൊക്കെ പോകുമ്പോഴാണ്. അപ്പൊ അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു പൊട്ടൻഷ്യൽ ഇമിഗ്രന്റ് ആണോ? ഞാൻ ആദ്യം ചെല്ലുമ്പോ തന്നെ എന്ത് പറയും, ഈ എനിക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട് നാട്ടിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരിക്കലും ഒരു ഇമിഗ്രന്റ് ആവില്ല ഇവിടെ. അപ്പൊ അവർക്ക് ആ പേടിയില്ല, ഇവിടെ കിട്ടിയ. അപ്പൊ അവിടെ ഒരു പ്രശ്നം എന്താണ്, ഈ ഇങ്ങനത്തെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പൊ മിക്ക സർവീസ് കമ്പനികളുടെയും ഡൈനാമിക്സ് എന്താണ്, അവര് വ്യവസ്ഥിതയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കമ്പനിയാ. അവിടെ പോയിട്ട് എനിക്ക് അമേരിക്കയിൽ വിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. കാരണം ആൾക്കാരെ അമേരിക്കയിൽ വിടുന്നുണ്ടാവും അവർ ലാർജ് നമ്പർ, പക്ഷെ അവരുടെ പണി അമേരിക്കയിലേക്ക് വിടുക എന്നുള്ളതല്ല, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാല് ആ പ്രോജക്ട് മാനേജറെ തേച്ചു, ഇങ്ങനെയുള്ള ഡയലോഗേ നമ്മൾ കേൾക്കുള്ളൂ. ഇതാണ് IT ഇൻഡസ്ട്രി എന്ന് വിചാരിക്കണേ. ഒരു കമ്പനിയുടെ ബിസിനസ് മോഡലിനനുസരിച്ച് വിചാരിക്കണ്ടേ എന്താന്നുള്ളത്. അപ്പൊ മിക്ക ആൾക്കാരും ഇതൊരു തൊഴിലിനപ്പുറത്തേക്ക് എടുക്കാത്തതുകൊണ്ട് ഇതൊന്നും ബോദർ ചെയ്യാറില്ല. മനസ്സിലായില്ലേ? എനിക്ക് H1B കിട്ടി, എനിക്ക് അല്ലെങ്കിൽ L1 കിട്ടി. അപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ ഈ L1 H1 ഒന്നും കിട്ടാത്തവൻ നാട്ടിലായി കഴിഞ്ഞാൽ അവന്റെ എസ്റ്റീം ലോ എസ്റ്റീമാ. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോ ഞാൻ അതിനെ പടപൊരുതിന്റെ കഥയും കൂടി ഇതിലുണ്ടെന്ന് വിചാരിച്ചു.
പിടികിട്ടിയ? അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ചിലപ്പോ ഇനിയിപ്പോ പ്രശ്നമുണ്ട്. ഈ എന്ത് പണിയാണെങ്കിലും മിണ്ടാതെ പണി ചെയ്യാൻ തയ്യാറായ ആൾക്കാരുണ്ട്. കാരണം 18 മണിക്കൂറല്ലേ പണി എടുപ്പിക്കാൻ പറ്റുള്ളൂ മാക്സിമം. ഉം. ഉം. ഫുൾ ടൈം ഓഫീസിൽ ഇരുന്നിട്ട്, അതായത് അവര് ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് ബോദർ ചെയ്യാത്ത ലക്ഷക്കണക്കിന് പ്രൊഫഷൻസ് IT ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് അറിയാമോ? ഇന്ത്യൻ IT ഇൻഡസ്ട്രിയിൽ, ഇന്ത്യയിലല്ല, എല്ലാ സർവീസ് ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഇവിടെ കിട്ടിയ ഉം. അവര് ചെയ്യുന്നതിന്റെ ഇപ്പൊ ഞാനൊരു കൺസൾട്ടന്റ് ആയിട്ട് കുറെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇൻഡിപെൻഡന്റ് റെസ്പോൺസിബിലിറ്റി ഉള്ള വർക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നത്. ഉം. ആയിരിക്കണം. അതെ. അങ്ങനെ എടുക്കാത്ത ആൾക്കാരുണ്ട്. ഉം. മനസ്സിലായില്ലേ? ഉം. ഉം. കാർ ടു കാർപ്പറ്റ് ലൈഫ് കഴിക്കുന്ന കാലത്ത് 8 മണിക്ക് എത്തും, രാത്രി 12 മണിക്കേ പോവുള്ളൂ. ഇവിടെ കിട്ടിയ ഉം. 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 ആ കമ്പനിയാണ് അവരുടെ എല്ലാം. അപ്പൊ അവരിങ്ങനെ നിന്ന് അക്കൗണ്ടില് അവർ കണ്ടുപിടിക്കും അങ്ങനത്തെ അക്കൗണ്ടൊക്കെ. മനസ്സിലായില്ലേ? ഉം. 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 അപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവന്റെ ഇത് എന്താണ്? ഞാൻ ഇപ്പോ ഇത് ഈ പ്രൊജക്ട് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊജക്ട് ചെയ്യും. നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കണേ? ഉം. ഉം. അടുത്ത പ്രൊജക്ട് എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യം ഒരു സെറ്റപ്പ് ചെയ്യണ്ടേ, അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം. അങ്ങനെ ചിന്തിക്കുന്നവരാണ് മെജോറിറ്റികൾ. ഓക്കെ. ഓക്കെ. അതായത് ഇപ്പൊ നിങ്ങള് ഒരു അക്കൗണ്ട് മാറുമ്പോ ഉം. VPN സെറ്റപ്പ് ചെയ്യണം, അക്കൗണ്ട് ഉം. കിട്ടണം, അവിടെ നിന്ന് ആ അപ്രൂവൽ വേണം. ഒരു മാസം പോയി കിട്ടും. ഉം. ഉം. പക്ഷെ അതെ. നിങ്ങളുടെ നിങ്ങൾക്ക് വരെയുള്ള ക്ലോക്ക് വരും. അപ്പൊ ഈ ഉം. സർവീസ് കമ്പനിയിൽ അക്കൗണ്ട് മാറണമെന്നൊക്കെ പറയുമ്പോൾ ചലഞ്ചാ. ഉം. ഇവിടെ ഉം. കിട്ടിയ അപ്പൊ അതെ. ഉം. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തില് ഇപ്പൊ നമ്മളൊക്കെ പറയുന്നത്, ഇപ്പൊ ഞാനൊക്കെ ഇവിടെ പറയുന്നത് ഒരു പൊങ്ങച്ചായിട്ട് തോന്നുന്നു. പക്ഷെ അങ്ങനത്തെ പശ്ചാത്തലത്തിലും നമുക്ക് ഡെലിവറിയും പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ അവിടെ ചെല്ലുമ്പോ വയലന്റ് റോം ബി എ റോമൻ. ഇപ്പൊ അവിടെ ഇരിക്കണവരൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ റിസൾട്ടിനെ കുറിച്ച് ബോധർ ചെയ്യണമെങ്കിൽ അവന്റെ തലയിൽ കുറച്ചുകൂടി വർക്ക് ഇടണമെന്ന് ഞാൻ പറയുള്ളൂ. ഉം. 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 ഇവിടെ കിട്ടിയ ഓക്കെ. അപ്പൊ ശരി. അപ്പൊ അതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേസ് റേറ്റ് എംപ്ലോയി ഇൻ ഇന്ത്യൻ IT സർവീസസ് ഇൻഡസ്ട്രി അവന് വേറെ ചോയ്സ് അറിയില്ല. മനസ്സിലായില്ലേ? ആ കമ്പനിയുടെ അക്കൗണ്ട് പിന്നെ അവന് കിട്ടുന്ന ഗുണം എന്താന്ന് വെച്ചാൽ ഒരു 6-7 കൊല്ലം നിന്ന് കഴിഞ്ഞാൽ ഏത് കമ്പനി അവന് അമേരിക്കയിലെ UK-യിലേക്ക് വിടും. ഇവിടെ കിട്ടിയ അപ്പൊ ഈ അമേരിക്കയിലും UK-യിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഇവര് 100ഓളം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും മറ്റു മലയാളികളൊക്കെ കൂടുതൽ സാലറി വാങ്ങിക്കും. പിന്നെ അവിടെയാണ് അള്ളി പിടിച്ചിരിക്കും. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കരന്മാരായതുകൊണ്ട് അവർക്ക് ജോലി കിട്ടിയതാ. അപ്പൊ നമ്മൾ ഇവരോട് ചോദിക്കുമ്പോ അപ്പൊ ഇതിനൊരു സോഷ്യോളജി ഉണ്ട് ഇതിന്റെ പുറകില്. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് IT-യിലും എക്സൽ ചെയ്യണം, ദൈനംദിന ജീവിതത്തില് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേതൃത്വവും മറ്റേതൊക്കെ ഉണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക് മലയാളം അറിയണം, നല്ല ഇംഗ്ലീഷ് വേണം, ആർട്ടിക്കുലേറ്റ് ചെയ്യണം, ചെയ്യാനുള്ള ചെയ്യണ്ടേ? കിട്ടിയ അപ്പൊ അവിടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോ അങ്ങനത്തെ അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇപ്പൊ എന്താ പറയുക, IT പ്രൊഫഷണൽസ് ഒക്കെ എന്താണ്, അവൻ വക്കീല, അവന്റെ അടുത്തൊന്നും വേണ്ട, വക്കീലന്മാര് ഭയങ്കരന്മാര്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഭയങ്കരന്മാര്, ആകെ ഭയങ്കരമില്ലാത്ത ഒരാളുള്ളൂ, അത് IT പ്രൊഫഷണലാ. അപ്പൊ ആ ഒരു അത്രയും ഒരു ഇപ്പൊ ഞാൻ ശരത്തിനോട് ഒരു ദിവസം ചോദിച്ചേ, ശരത്തെ ഓർമ്മയുണ്ടോ, ഞാൻ ചോദിച്ചേ ഗ്രൂപ്പും റിങ്ങും ഫീൽഡൊക്കെ അറിയാവുന്നവരുണ്ടോന്ന് ചോദിച്ചു ക്ലബ് ഹൗസിൽ. അപ്പൊ ശരത്ത് പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ. ഓർക്കണ്ടോ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും? ഇവിടെ കിട്ടിയ അല്ല, അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അതായത് എൻട്രി ബാരിയർ കുറവുള്ളത് കൊണ്ട്, കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടുന്നത് കൊണ്ട് IT ഇൻഡസ്ട്രിയിലെ സീനിയേഴ്സിന്റെ പേരെന്താ, അയ്യോ കുറെ അലവലാദികൾ കയറി വന്നിട്ടുണ്ട്. പക്ഷേ ഈ സീനിയേഴ്സ് തന്നെ ഈ രംഗം അലവലാദികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണേ. മനസ്സിലായില്ലേ? അപ്പൊ അവര് അപ്പൊ ആ ഒരു പ്രശ്നത്തില് അതിന്റെ കൂടെ ഒരു ഇംഗ്ലീഷ് ഇമ്പോസിഷനും കൂടി ഉണ്ടെന്ന് കരുതിക്കോളൂ. അത് അവിടെയാണ് ഇതിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇങ്ങനെ സ്വാശ്രയ കോളേജ് ബില്ല് 2001, 2005 അതിന്റെ പ്രൊഡക്ട്സ് പറയുന്നത്. അത് കഴിഞ്ഞത് വേറെ ലെവലിലോട്ട് പോയി. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ നമ്മള് ഇപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല്
ഇതധികം ബാധിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് ചോദിക്കുന്നതും ചെയ്യുന്നതും തമ്മില് ബന്ധം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? അതില്ല. അപ്പൊ ആൾക്കാർ പറഞ്ഞത് അറിയാമോ? ഓ ചടറായി അതിന് പഠിക്കണമെന്ന്. അപ്പൊ അവനത് നിക്കുമ്പോ പഠിച്ചൂടെ? അപ്പൊ 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 അതിനർത്ഥം എന്താണ്? അതായത് നിങ്ങൾ എന്താണോ കമ്പനിയിൽ ചെയ്യാൻ പോണത്, നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നതും തമ്മിലുള്ള ആ അന്തരമാണ് പ്രശ്നം. ഇവിടെ കിട്ടിയ ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങള് മറ്റേ എന്താ പറയാ, ഇപ്പൊ എനിക്കൊരു ബയാസ് ഉണ്ട് കേട്ടാ. ഇപ്പൊ റെഫറൽ വഴി ജോലി കിട്ടുന്ന ഇപ്പൊ നിങ്ങൾക്കൊക്കെ അതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു റെഫറൽ സിസ്റ്റത്തില് ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ അക്കംപ്ലിഷ്മെന്റ് അച്ചീവ്മെന്റ് വെച്ച് പോവാം. ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഇവിടെ കിട്ടിയ. അല്ലാതെ ഒരു ഇപ്പൊ എന്റെ റെക്കോർഡിങ് ജനറൽ ഇന്റർവ്യൂ ഒക്കെ വളരെ പോറാ. അതേ പോയി എന്റെ ചെറുപ്പത്തിലേക്ക് പറ്റുമെന്നാണ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ പോയിട്ടില്ല. കാരണം റെപ്യൂട്ടേഷൻ എക്കണോമിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? അറ്റ് സം പോയിന്റ് ഇൻ ടൈം ഒരു സീനിയറിന് അതേ വഴിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അങ്ങനെ ഇത് പക്ഷേ ഇപ്പൊ ഓവർ വർക്ക്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർ ആണെങ്കിലോ, ഓവർ അയാൾക്ക് ഇഷ്ടം പോലെ വർക്ക് ഉണ്ട്, നിന്ന് ഇരിക്കാൻ സമയമില്ല. അങ്ങനത്തെ ഒരു ഡെവലപ്പർ ആണെങ്കിൽ അയാൾക്ക് സമയം ഉണ്ടാവില്ലല്ലോ എന്തിനു വേണ്ടി? വേറെ കാര്യങ്ങൾ പഠിക്കാൻ. അല്ല ആദ്യം തന്നെ ഒരു കാര്യമുണ്ട്. ഒരാൾ ഓവർ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ വർക്കിന്റെ നേച്ചർ ഫിസിക്കൽ ആയതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഒരു മെയിൻ്റെനൻസ് പ്രോജക്റ്റ് ആണെന്ന് വെച്ചോ, അധികം ആൾക്കാരില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തിരി പഴയതും പ്രോപ്പർ സ്ട്രക്ചറിലുള്ളതൊന്നും അല്ലെങ്കിൽ ഇഷ്ടംപോലെ പണി ഉണ്ടാവില്ലേ? സ്ട്രക്ചർ ആണ്. റീറൈറ്റ് ചെയ്യാന്നുള്ളത് എളുപ്പമല്ലല്ലോ. അപ്പൊ വീക്കെൻഡ് പിന്നെ അയാൾക്ക് എന്തിനാ? ഓക്കെ. അത് പക്ഷേ അത് എളുപ്പമല്ല കേട്ടോ. ഇനി പോട്ടെ, അയാൾക്ക് നല്ല പ്രോജക്ട്സ് ഉള്ള കമ്പനികൾ കണ്ടുപിടിച്ചൂടെ? അല്ല ഞാൻ വേണമെന്നല്ല പറയണേ. ഇപ്പൊ ഞാൻ രാജ്ഞി കേക്ക് കഴിക്കണ കാര്യമല്ല പറയണേ കേട്ടോ. അത് ചോറ് കഴിയുമ്പോ അയാൾ അവിടെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു 2 കൊല്ലമൊക്കെ കഴിയുമ്പോ അയാൾക്ക് മാറണമെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ട് അയാൾ ഒരു വാല്യൂ ചെയിനിൽ ഇപ്പൊ ഇവിടെ ഒരു അസംഷൻ ഉണ്ട്. എല്ലാ വ്യക്തികളും വാല്യൂ ചെയിനിൽ മുകളിലോട്ട് പോകാൻ നോക്കുന്നുണ്ടെന്നും. ഒരു ടെക്കി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ ആർക്കിടെക്ട് സൊല്യൂഷൻ ആർക്കിടെക്ടിന്റെ മുകളിൽ പുള്ളിക്ക് റോളില്ല. അപ്പോ അത് എത്രത്തോളം പതുക്കെ എത്തുന്നോ അവനാണ് ഭാഗ്യം. ഫാസ്റ്റ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കമ്പനി തുടങ്ങേണ്ടി വരും. ഇവിടെ കിട്ടിയാ അപ്പൊ ഒരു റാലി മാതിരി ഇത് ഓടണം. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മിക്ക ടെക്കികൾക്കും ഒരു ടെക് ലീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങാനുള്ള കൺസെപ്ച്വൽ ടൂൾസ് ഇല്ല. ലാംഗ്വേജ് ബാരിയർ ഉള്ളത് കൊണ്ടും ഫോർമൽ സ്കിൽസ് ഒക്കെ ഇല്ലാത്തതുകൊണ്ടും അവരാണ് പിൽക്കാലത്ത് ഈ ഇങ്ങനെ മെയിൻ്റനൻസ് പ്രോജക്റ്റിലെ ഹോഞ്ചോസായും അല്ലെങ്കിൽ ഏതെങ്കിലും അവിടെയൊക്കെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഈ വിദേശത്ത് പോണവര് മെയിൻ പ്രോബ്ലം എന്താണ്? അറ്റ് സം പോയിന്റ് ഇൻ ടൈം നിങ്ങൾക്ക് നാട്ടിൽ ഉയർന്നാലേ മതിയാവും. ഉയരാനുള്ള സ്കിൽ സെറ്റ് നിങ്ങളുടെ കയ്യിലില്ല. കാരണം അത് നിങ്ങളുടെ ടെമ്പർമെന്റ് ആയിട്ട് ബന്ധമുള്ളതല്ല. അപ്പൊ പണ്ട് ആൾക്കാർ വിദേശത്ത് വരുന്നത് എന്താണ്? വിദേശത്ത് അവിടെ പോയിട്ട് അവിടുത്തെ എൻട്രി ലെവൽ ജോബ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പതുക്കെ കയറാം. കാരണം ടെക്നിക്കൽ ആവശ്യത്തിനാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെയും എന്താ പറയാ, മാനേജ്മെന്റിലൊക്കെ ഇന്ത്യൻസ് ലാർജ് നമ്പേഴ്സിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പ്രശ്നം എന്ന് വെച്ചാല് അങ്ങനെ ഒരു ഡെവലപ്പർ ഇവൻച്വലി അയാൾ കണ്ടെത്തിക്കൊള്ളണം. മനസ്സിലായില്ലേ? അതിനാണ് കമ്മ്യൂണിറ്റി മീറ്റപ്പും കോൺടാക്ട്സും ഒക്കെ ഉള്ളത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആണോ വരുവാണോ ലേറ്റസ്റ്റ് ആ വരുക എന്ന് പറയും. ചില ആൾക്കാര് അവരുടെ തലമുറയുടെ ആൾക്കാരുടെ മുന്നിൽ തോക്കും, അടുത്ത തലമുറയുടെ മുന്നിലും തോക്കും. 3-ാം തലമുറ എത്തുമ്പോ അവര് ക്രിട്ടിക്കൽ മാസ് എത്തും. പിന്നെ അവര് അവിടെ അങ്ങോട്ട് ഉറപ്പിക്കും. പിന്നെ അടിയിലുള്ളവനെയൊക്കെ തലക്കെട്ടടിച്ച് ജീവിക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പോയെന്ന് വെച്ചിട്ട് ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ ടൈം ഉണ്ടാക്കണം. ഇപ്പൊ നമുക്ക് പഠിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തം പെയിനാണെന്ന് അർത്ഥം. ഇവിടെ കിട്ടിയ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പോയിന്റ് എന്ന് വെച്ചാല് 100 കൂട്ടം പ്രശ്നങ്ങളുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. അതിന്റെ മുകളില് ഭാഷാപരമായ പ്രശ്നം, ലോ സെൽഫ് എസ്റ്റീം വരും. മനസ്സിലായില്ലേ? നിങ്ങളൊരു കോളേജ് ക്യാമ്പസിൽ നിന്ന് നേരെ ഒരു സർവീസ് കമ്പനി ജോലി കിട്ടി അവിടെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങൾ മാനേജ്മെന്റിലോട്ട് കയറി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് അവിടെ നിന്ന്
കൺസൾട്ടന്റ് ആവാം, പല ലെവലിലിടുവാം. പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മറ്റു കമ്പനികളിലൊന്നും കയറാൻ പറ്റില്ല, ഫാങ് ഒന്നും കയറാൻ പറ്റില്ല. അവിടെ അൽഗോറിതം, ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പിൽക്കാലത്ത് ഈ സ്വയം പീഡനം വഴി അത് പഠിക്കേണ്ടി വരും. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രോബ്ലം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഓൺട്രപ്രണർ എന്നല്ല, ഗരാജ് ഓപ്പറേഷൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഓൺട്രപ്രണർ ആവണമെങ്കിൽ നിങ്ങൾക്ക് നൂതന ഐഡിയ ഒക്കെ വേണ്ടേ? അപ്പൊ അങ്ങനെ ഒരു, ഞാൻ പറഞ്ഞ വെച്ചാല് ഇതെങ്ങനെ അഡ്രസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ അവിടെ നിന്ന് വഴി മാറുമെന്ന് തോന്നുന്നില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മൾ വഴിയൊന്നും മാറിയിട്ടില്ല. ഇവിടെ കിട്ടിയ മെയിൻ എന്താന്ന് വെച്ചാല് അവിടെ അസംഷൻ ഉണ്ട്, ഇൻഡസ്ട്രിക്ക് വേണ്ടതല്ല പഠിക്കേണ്ടതെന്നാണ്. അതൊരു സർവീസ് കമ്പനി ആറ്റിറ്റ്യൂഡാ. മനസ്സിലായില്ലേ? ഒരു എഞ്ചിനീയറിന്റെ ആറ്റിറ്റ്യൂഡ് അതല്ല. അയാൾ പഠിക്കും, എന്നിട്ട് അയാൾ ഇൻഡസ്ട്രി തേടും. ഇവിടെ കിട്ടിയ അപ്പൊ യൂസ് കേസ് ലെവൽ ലേണിംഗ് എന്ന് പറയും. അപ്പൊ ഇന്നലെ നമ്മള് അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടി യൂസ് കേസ് ലെവൽ ലേണിംഗ് എന്തിനാന്ന് പറഞ്ഞില്ലേ? അപ്പൊ യൂസ് കേസ് ലെവൽ ലേണിംഗിന് ഒരു പരിമിതിയുണ്ട്. ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ജനറൽ ലേണിംഗിന്റെ ടൂൾസ് ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മീൻ, മീഡിയൻ, മോഡ് അതൊക്കെ പഠിക്കും. പക്ഷെ അതല്ലല്ലോ സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽ ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെ, അതിനെക്കുറിച്ച് എല്ലാ ബുക്കിലും ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആരും മിണ്ടാറില്ല. അതായത് ഓർഡിനൽ, നോമിനൽ, ഇന്റർവൽ, റേഷ്യോ എന്നാണ് 4 ഡാറ്റ ടൈപ്പ്, ഡാറ്റ ക്ലാസ്. എല്ലാ ബുക്കിലും ഉണ്ട്. പക്ഷെ ഫോർ സം റീസൺ പീപ്പിൾ ഡോണ്ട് സീ ഇറ്റ്. അപ്പൊ മാത്തമാറ്റിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളുടെ പുറകിലുണ്ട്. അപ്പൊ എന്തെന്ന് വെച്ചാൽ വാല്യൂ ചെയിനിൽ മോളിൽ പോകാൻ പറ്റില്ല. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാര് പ്രോസസ്സും അതിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് എല്ലാം കാണുന്നത്. അപ്പൊ അത് ലീഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ എന്തോ പറ്റുമെന്ന് വെച്ചാൽ അപ്പൊ ഇതിന്റെയൊക്കെ പരിണിത ഫലം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാനും ശരത്തും കൂടി പോണ സ്ഥലത്ത് എനിക്ക് നല്ല വിലയാ. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് അവിടെ വിലയില്ല. എന്നുവെച്ചാല് അവരുടെ പ്രായത്തിലുള്ള ശരത്ത് സംസാരിക്കുന്ന ഭാഷ ഞാൻ സംസാരിക്കുന്ന രീതിയിലാണ് അത്. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് എന്നെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അത് ഗെറ്റിംഗ് മീ. അപ്പൊ പണ്ടാണ് ഈ വൈശാഖം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പടയായിട്ട് പോയാലുള്ള ഗുണം മനസ്സിലായെന്താണ്. അപ്പൊ അങ്ങനെയാണ് അത് ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ അതാണ് നമ്മുടെ കേമക്കിന്റെ ഒക്കെ തർക്കം ഉണ്ടായത്. അപ്പൊ ശരിയാണ്, ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ ചോദ്യമുണ്ട്. പക്ഷേ ഞാനൊരു കമ്പനിയുടെ പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗിന്റെ സാരഥ്യം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ ഹയർ ചെയ്തവർക്ക് നല്ല പ്രശ്നമുണ്ടായിരുന്നു. അവർക്ക് ഇതെന്താന്നും കൂടി മനസ്സിലായില്ല. അപ്പൊ ഈ പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടാണ്? ലാംഗ്വേജ് ഇല്ലാത്തതും ഫോർമൽ സ്കിൽസ് ഇല്ലാത്തതും ഹാബിച്വൽ ആണ് പ്രോഗ്രാമിങ്. മനസ്സിലായില്ലേ? അവർക്ക് ആ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരാൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഒരു സ്ഥിരം ഇംഗ്ലീഷ് പഠിക്കാം, അതിന്റെ മുകളിൽ കുറെ മാത്സ് പഠിക്കാം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഭാഷ നൈപുണ്യം ഒരു ജനറൽ സ്കില്ലാണോ, അല്ലാണ്ട് ഇംഗ്ലീഷിൽ സ്കിൽ എന്ന് പറയുന്ന സാധനമില്ല. അല്ലേ? മലയാളത്തിൽ സ്കിൽ എന്ന് പറയുന്ന സാധനമില്ല. അത് അവര് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു, കാരണം എന്താ വെച്ചാലേ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മെറ്റാ ലാംഗ്വേജ് വേണം. മലയാളം ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ഫ്രഞ്ച് ആയിരിക്കും. അല്ലെങ്കിൽ ഫ്രഞ്ചിന് ഇംഗ്ലീഷ്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഒരു മെറ്റാ ലാംഗ്വേജിലായത് നിങ്ങൾക്ക് ഒരു ഭാഷ പഠിക്കാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഭാഷാ നൈപുണ്യം ഒരു ജനറൽ സ്കില്ലാ. മനസ്സിലായില്ലേ? അത് ഇഫ് യു ആർ ഗുഡ് ഇൻ ഹിന്ദി ദർ ഇസ് എവറി ചാൻസ് ദാറ്റ് യു കാൻ ബി ഗുഡ് ഇൻ ഇംഗ്ലീഷ്. മനസ്സിലായില്ലേ? ചെറുത്തിന് അതിന്റെ ടേക്ക് ഉണ്ടോ ചെറുത്? ഇല്ല, ജനറൽ സ്കില്ലാണെന്നുള്ളതാണ് ടേക്ക്. അതല്ല ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ മലയാളം എന്നുള്ളത് സോറി പറഞ്ഞു. അല്ല, വെർനാക്കുലർ ഭാഷ അവിടെ ഫിക്സ് ചെയ്യുന്നത് നർച്ചറിന്റെ ഭാഗമായതുകൊണ്ടാണ്, ഇമോഷണൽ കണക്ട് കൂടിയതുകൊണ്ടാണ്. അതല്ല, ഇപ്പൊ ക്ലബ് ഹൗസ് ഉണ്ടായിരുന്നില്ല അല്ലെ? ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ പീപ്പിൾ ടു ലേൺ ന്യൂആൻസ്ഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. മനസ്സിലായില്ലേ? അത് വളരെ കുറച്ച് പേരെ യൂസ് ചെയ്തോളൂ. പക്ഷെ ആൾക്കാരുടെ ഓണ്ടോളജി ബെറ്റർ ആയിട്ടോ അല്ലേ?
ഈവൻ പ്രോഗ്രാമിംഗിൽ തന്നെ ഇപ്പൊ ഇന്നലെ വന്ന ഒരു പുള്ളിയൊക്കെ കമ്പൈലറും പിന്നെ SICP ഒക്കെ പഠിക്കാൻ കാരണം അതാ. കുറെ അല്ലെങ്കിൽ എന്തിട്ടെന്ന് പറഞ്ഞാലേ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ പലർക്കും ഞെട്ടലായിരുന്നു. കുറെ പേര് ടൈപ്പ് തിയറി വരെ പഠിച്ചു. ഇന്നലെ വന്ന ആരാണ്? നൂഹ് എന്ന് പറഞ്ഞ പുള്ളി. ഓക്കെ. പുള്ളി ക്ലബ് ഹൗസിൽ വെച്ച് മീറ്റ് ചെയ്ത പുള്ളി. എനിക്കറിയില്ലായിരുന്നു പുള്ളി സ്ലാങ് പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. SICP വായിച്ചു എന്ന് മറ്റേ പുള്ളി പറഞ്ഞു, അരുൺ. അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ നമുക്ക് ഈ ചർച്ച വീണ്ടും റീവിസിറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. സെക്കൻഡ് അപ്പൊ അതാണ്